1960 അണ്ണാദുരൈയാണ് ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം കൊണ്ടുവരുന്നത്. അത് കുറെ കാലം നീണ്ടു. വലിയ പ്രക്ഷോഭമായിരുന്നു അത്. അതിൽ നിന്നാണ് DMK, ഫസ്റ്റ് DK ആയിരുന്നു, പിന്നെ DMK ആയി, ADMK ആയി. കാലുറപ്പിക്കുന്നത് ഈ ഭാഷാ പ്രശ്നത്തിനാണ്. അപ്പോൾ ഇന്നിപ്പോൾ അണ്ണാമലയെ തടയാനായിട്ട് ADMK ഇപ്പോൾ പിക്ചറിലില്ല. ദേ ആർ നോട്ട് എ പൊളിറ്റിക്കൽ ഫോഴ്സ്. പിക്ചറിലുള്ളത് പിന്നെ ആരാ? അണ്ണാമലയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നോക്കൂ, സ്റ്റാലിൻ്റെ അറ്റാക്ക് മുഴുവൻ ഹിന്ദുത്വത്തിന് നേരെ, സനാതനധർമ്മം ഒഴിക, ഉദയനിധി സ്റ്റാലിൻ, എല്ലാ ആക്രമണവും അണ്ണാമലയ്ക്ക് നേരെയാണ്. കോയമ്പത്തൂരിൽ അണ്ണാമലയെ CPM-ൻ്റെ സീറ്റായിരുന്നു. CPM നിന്ന് അത് ശരിയായില്ല, അത് അണ്ണാമല എങ്ങാനും ജയിച്ചു പോകുന്നു ഭയന്നിട്ട് CPM-ൽ നിന്ന് DMK ആ സീറ്റ് എടുത്തിട്ട് രാപകൽ അധ്വാനിച്ച് അവർ ജയിച്ചു. ബട്ട് അണ്ണാമലയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടായി പെർസെൻറ്റേജ് ഓഫ് വോട്ടിൽ. 2-3% കിടന്ന് 10%ലേക്ക് വന്നു. അപ്പോൾ അടുത്ത ചാട്ടത്തിന് അണ്ണാമലൈ 20%ലേക്ക് പോകും എന്നിവർ ഭയക്കുന്നു. ഒരു 22% വോട്ടാണ് ബേസിക് DMKയ്ക്കും ADMKയ്ക്കും ഉള്ളത്. 22% പ്ലസ് മറ്റേ കൂടെയുള്ള വണ്ണിയാർ സംഘം, അത് ഇത് TVK, TTK, PPK എന്നൊക്കെ പറഞ്ഞിട്ട് VJ, അത് ഇതൊക്കെ കൂട്ടിച്ചേർത്താണ് ഈ വോട്ട് ബിൽഡ് ചെയ്യുന്നത്. ബേസിക് വോട്ട് 22% ഉള്ളൂ. ഈ 22ലേക്ക് അണ്ണാമലൈ എത്തും എന്ന് അവർ ഭയക്കുന്നു. അതെത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാങ്കല്പികമായ ഒരു സാധനം വേണം. പക്ഷേ ഈ ഹിന്ദി വിരുദ്ധ ക്യാമ്പയിൻ ശുദ്ധമേ പരാജയപ്പെടും. കേരളത്തിൽ പ്രശ്നമില്ല, കർണാടകത്തിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ ഒറീസയിലോ പ്രശ്നമില്ല. പിന്നെ എന്താ സ്റ്റാലിന് പ്രശ്നം?